ഹായ് ഹലോ നമസ്കാരം. ഇന്നത്തെ ദിവസത്തിനൊരു പ്രത്യേകതയുണ്ട്. ഇന്ന് വിജയദശമിയാണ്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റും. അതെ, ഓണം ആദ്യമായിട്ട് നമ്മൾ എഴുത്തിനിരുത്താൻ പോവുകയാണ്. വെളുപ്പാങ്കാലത്ത് 5 മണിക്കുള്ള ദൃശ്യങ്ങളാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. കൊച്ചിനെ കുളിപ്പിച്ച് റെഡിയാക്കി. ഇതാണ് ഞങ്ങളുടെ ഇന്നത്തെ ഔട്ട്ഫിറ്റ് വരുന്നത്. പട്ടുടം ബ്ലൗസും പിന്നെ ഒരു പാലക്കാമല, വളാമല, ക്ലിപ്പ് പൊട്ട് സാധനങ്ങൾ. ഇതാ കണി റെഡി. നമ്മൾ കുളിച്ച് റെഡിയാക്കി ആളെ ഒരു കുട്ടി സ്പൈഡർമാനും പിടിച്ചുകൊണ്ട് വന്നിരിക്കുന്നു. ഓക്കെ, അങ്ങനെ നമ്മൾ യാത്ര സ്റ്റാർട്ട് ചെയ്യുകയാണ്. കരയും കായലൊക്കെ കടന്നിട്ടുള്ളതാണ് ഇന്നത്തെ നമ്മുടെ യാത്ര. സക്സസ്ഫുള്ളി നമ്മൾ ലൊക്കേഷനിൽ എത്തിയിരിക്കുകയാണ്. അവിടെ ചേച്ചിയും കുട്ടികളൊക്കെ നമ്മളെ വെയിറ്റ് ചെയ്ത് നിൽപ്പുണ്ടായിരുന്നു. നമ്മൾ ചെന്ന ഉടനെ തന്നെ അമ്പലത്തിലോട്ട് പോകുമെന്നാണ് ഈ കാണുന്നത്. ഈ കുറുക്കൻ്റെ കണ്ണ് കോഴിക്കുട്ടി എന്ന് പറഞ്ഞ പോലെയായിരുന്നു. ഋതുവിൻ്റെ കണ്ണ് മൊത്തം അമ്പലത്തിൽ ചെന്നതും പുറത്തുണ്ടായിരുന്ന ബലൂണും കടകളിലോട്ടൊക്കെ ആയിരുന്നു. പിന്നെ ഒരു കണക്കിനാണ് അങ്ങോട്ടും അകത്തോട്ട് കൊണ്ടുപോയത് തന്നെ. ഏട്ടന് എഴുത്തിനിരുത്താനുള്ള റെസിപ്റ്റ് എടുക്കാൻ പോയ സമയത്ത് ആളെൻ്റെ തോളത്ത് കയറി. പിന്നെ ഇതായിരുന്നു നമ്മുടെ ആ റെസിപ്റ്റ്. പിന്നെ അതിൻ്റെ ഒപ്പം ഇതൊരു ബുക്കും കിട്ടി. ഇത് അമ്പലത്തിൻ്റെ അകത്ത്. സാധാരണ അങ്ങനെ അമ്പലത്തിൻ്റെ അകത്തൊന്നും ഫോൺ അലൗഡ് അല്ലായിരുന്നു. പക്ഷേ ഇവിടെ നമുക്ക് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാമെന്ന് പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. തിരുമേനിയുടെ മടിയിലിരുത്തിയാണ് എഴുത്തിനിരുത്തുന്നത്. അപ്പോൾ ആദ്യമേ മടിയിലിരുത്തിയതിന് ശേഷം ഭഗവാനെ തൊഴിച്ചു. അത് കഴിഞ്ഞിട്ടായിരുന്നു നാവിലെഴുതുവാണ്. സ്വർണ്ണം തൊട്ട് നാവിലെഴുതി. പിന്നെന്താ അരിയിലെഴുതിക്കുകയാണ്. ഹരീശ്രീ എഴുതിപ്പിക്കാൻ പോവുകയാണ്. പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. അവൾ നല്ല കുട്ടിയായിട്ട് തന്നെ ഇരുന്നു. ഒരു കുഴപ്പമുണ്ടാക്കാതെ തന്നെ ഇരുന്നു. അങ്ങനെ ആ ചടങ്ങൊക്കെ ഭംഗിയായി കഴിഞ്ഞപ്പോൾ തിരുമേനിക്ക് ദക്ഷിണയൊക്കെ കൊടുത്തു. ഈ കവറിൽ തരുന്ന വേറെ ഒന്നുമല്ല, അവിടുത്തെ പ്രസാദമാണ് വന്നത്. അപ്പോൾ നല്ല കുട്ടിയായിട്ടൊക്കെ ഇരിക്കുകയാണെങ്കിൽ ബലൂണൊക്കെ വാങ്ങിക്കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ വാക്ക് നമ്മൾ വലിച്ചു. അവൾ വലിച്ച കാരണം നമ്മൾ തിരിച്ച് വാക്ക് വലിച്ചു. ഇപ്പോൾ അങ്ങനെയെല്ലാം നന്നായിട്ട് കഴിഞ്ഞ് നമ്മൾ നേരെ ചേച്ചിയുടെ വീട്ടിലോട്ട് തന്നെ പോയത്. അവിടെ ചെന്നായിരുന്നു ഭക്ഷണമൊക്കെ. ഒന്നും പറയാനില്ല, നല്ല ഭക്ഷണമായിരുന്നു.